ലോക്സഭയിൽ നിന്ന് പ്രതിപക്ഷ എംപിമാരെ വീണ്ടും കൂട്ടമായി സസ്പെൻഡ് ചെയ്തു. 49 പേരെയാണ് ഇന്ന് സസ്പെൻഡ് ചെയ്തത്. ലോക്സഭയിൽ ഇതുവരെ സസ്പെൻഡ് ചെയ്യപ്പെട്ട എംപിമാരുടെ എണ്ണം 142 പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നും ലോക്സഭയും രാജ്യസഭയും പ്രക്ഷുബ്ധമായി. ലോക്സഭ 12:30 വരെ നിർത്തിവച്ചിരുന്നു. നേരത്തെ രാജ്യസഭ 2 മണിവരെയും നിർത്തിവച്ചു. അതേസമയം പാർലമെന്റ് അതിക്രമത്തിൽ പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രി അതിക്രമത്തെ പിന്തുണയ്ക്കുന്ന ഭാഷയാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റവരുടേതെന്നും മോദി പറഞ്ഞു. BJP പാർലമെന്ററി യോഗത്തിലായിരുന്നു മോദിയുടെ വിമർശനം. വിഷ്ണു തലവൂർ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഈ വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധം ഇപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും ആഞ്ഞടിക്കുന്ന ഒരു സമീപനമുണ്ട്. അതേസമയം പ്രതികാര നടപടിയോടുകൂടി ഒരു പ്രതിഷേധാത്മക സമീപനമാണ് ഈ പ്രതിഷേധത്തിനെതിരെ ഇപ്പോൾ സ്വീകരിക്കുന്നതെന്നും പറയേണ്ടി വരും. എന്തൊക്കെയാണ് പാർലമെന്റിൽ കണ്ടത്? കാവ്യ, ശക്തമായിട്ടൊരു പ്രതിഷേധം തന്നെയായിരുന്നു ഇന്ന് പാർലമെന്റിൽ അരങ്ങേറിയത്. അത് കഴിഞ്ഞ ദിവസം വലിയ തോതിൽ എംപിമാരെ കൂട്ടമായി സസ്പെൻഡ് ചെയ്ത നടപടി കണ്ടതാണ്. അതിലടക്കം ശക്തമായൊരു പ്രതിഷേധം ഇന്ന് രാവിലെ പാർലമെന്റ് വളപ്പിൽ അരങ്ങേറിയിരുന്നു. അതിനുശേഷം ലോക്സഭയിലേക്ക് പ്രതിപക്ഷ എംപിമാരെത്തിയത് പ്ലക്കാർഡുകളുമായിട്ടായിരുന്നു. ഈ പ്ലക്കാർഡുകളുമായി സഭയിൽ പ്രതിഷേധിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ലോക്സഭയിൽ നിന്നും 50 എംപിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കനുസരിച്ചുകൊണ്ട് ലോക്സഭയിൽ 46 എംപിമാർക്കായിരുന്നു സസ്പെൻഷൻ ലഭിച്ചിരുന്നത്. ഇപ്പോൾ 50 എംപിമാരെ കൂടി സസ്പെൻഡ് ചെയ്യുമ്പോൾ ആകെ 96 അംഗങ്ങൾക്കാണ് ലോക്സഭയിൽ നിന്ന് മാത്രം സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം രാജ്യസഭയിലും 46 അംഗങ്ങൾക്കാണ് ഇതുവരെ സസ്പെൻഡ്. എന്തായാലും ശക്തമായിട്ടൊരു ലോക്സഭയിൽ വീണ്ടും എംപിമാർക്ക് കൂട്ട സസ്പെൻഷൻ. 49 എംപിമാരെ കൂടി സസ്പെൻഡ് ചെയ്ത നടപടി. വലിയ തോതിലുള്ള പ്രതിപക്ഷ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ സഭാ നടപടിക്രമങ്ങൾ നിർത്തിവെച്ചിരുന്നു. രാജ്യസഭ 2 മണിവരെ, ലോക്സഭ 12:30 വരെ എന്നിങ്ങനെ നിർത്തിവെക്കുന്ന രീതിയും ഇന്നും ഈ ഒരു പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ ഉണ്ടായി. സമഗ്ര വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്.